രാവിലെ വഴക്കിന് ഇറങ്ങിയെന്ന് തോന്നുന്നു. എന്തോ ഇതിന്റെ കേടാ ഇത്. ആണോ ഞാൻ മാന്തി മാന്തി എടുത്തു. എനിക്ക് തോന്നുന്ന പോലെ കാണിക്കാനാണ് ഇവിടെ ഞങ്ങൾ വീട് വെച്ചേക്കുന്നത്. പിന്നെ എന്തോ അമ്മേ വൃത്തിയുടെ പരിപാടിയല്ലയോ കാണിക്കുന്നത്? എന്തോ കാണിച്ചു അവിടെ നേരെല്ലാം കൂടെ വാരി നമ്മുടെ അയ്യത്തോട്ടിടും അമ്മേ. തൂത്ത് നമ്മുടെ ഊപ്പാടകത്തില്ലയോ? ഇത് എന്റെ പറമ്പിലെ കരിയിലൊന്നും അല്ല, നിങ്ങളുടെ മാവേന്ന് വീഴുന്ന കരിയല്ല തന്നെ. താൻ ഇതിനാണോ ഇല എടുത്ത് ഇവിടെ കൊണ്ടിടുന്നത്? ഈ മാവേന്ന് വീഴുന്ന മാങ്ങ കാണാറില്ലല്ലോ ഞങ്ങൾ ഇങ്ങോട്ട്. പിന്നെ ഇല മാത്രം എന്തിനാണോ ഇങ്ങോട്ട് ഇടുന്നത്? ആണോ ഞാൻ അവിടെ നിന്നുള്ള മാങ്ങ എടുക്കും എന്നും പറഞ്ഞിട്ട് ഈ കരിയില മൊത്തം ഇങ്ങോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇല്ല മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തൂത്തോളാം. അമ്മയല്ലേ പറഞ്ഞ ആ വൃത്തികെട്ട ഇലയെല്ലാം കൂടെ വാരി ഇവിടെ ഇടുന്നത്? അയ്യോ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനല്ല പറഞ്ഞു, നീ കേട്ടതിന്റെ കുഴപ്പമാ. എന്തായാലും ഇവനെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ എവിടെ അഴുക്കും പന്നിലും എല്ലാം കൂടെ വാരി. എന്റെ ചേച്ചി, നിങ്ങളുടെ ഈ മൂത്ത മോക്ക് മാത്രമല്ല ഇത്ര പ്രശ്നം, ഇളയ മോൾ എന്ത് ഭാവമാണ്. എന്റെ വീട്ടിലും എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്ന് കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെ വേണ്ട. ചേച്ചിക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്റെ കുഞ്ഞെ, നീ ഇപ്പൊ വീട്ടിലോട്ട് പോവളോട് തട്ട് പിടിക്കാൻ നിൽക്കണ്ട. ഇത് ഇങ്ങനെ തൊരുത്തിയായി പോയി. എനിക്ക് ഇച്ചിരി തന്റെ കൂടുതലാണോ? എനിക്ക് അറിയാം. നീ വാ, അടിക്ക്. നിന്റെ നാട്ടിൽ വല്ല നിങ്ങളാണ് എനിക്ക് നല്ലപോലെ അറിയാം. നീ പോടി, നിന്റെ തന്നട എന്റെ അടുത്ത് കാണിക്കണ്ട. എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്റെ ദൈവമേ, ആ ചെറുക്കന്റെ തല കൂടി അഹങ്കാരി തന്റെ കാണിക്കുന്നു. തന്റെ അടി. അച്ഛാ ഒന്ന് പൊക്കോട്ടെ അച്ഛാ, ആഗ്രഹം കൊണ്ട് പറയുമല്ലേ. നീ എന്ത് പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. പുറത്തു പോയി തൽക്കാലം പഠിക്കണ്ട. എന്തോ അച്ഛാ, നല്ല സ്കോപ്പുള്ള ജോലിയാ. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പോകുന്നുണ്ട്. എല്ലാരും പോകുന്നു പറഞ്ഞിട്ട് നിനക്കും പോണമെന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യം കേട്ടാ മതി. കേട്ടല്ലോ, കൂടുതൽ സംസാരിക്കണ്ട. പോടുന്നു. പുറത്തു പോയി പഠിക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. Let's go. We ain't slowing down, baby, come and show me how. Gotta do it right now, you know you gotta hold me down. Can I let the moment pass? Good things, they never last. Pull up in a whip, you know I had to hit the gas. Yeah, that's premium, pull up with a team and I'm ain't worried about the other side. They know that they ain't beating, I'm on everything I love. Word to the man above, keep it cool, calm, collected. At this point you get the message. Life is hectic, but we gotta keep it rolling, though. Gotta keep it grooving, keep it moving like we stole it, though. Rolling with the punches, giving hits like we are in a scope. Even though I'm clocking, punching in, I'm independent, though. എന്തോ അച്ഛന്റെ പ്രശ്നം? അച്ഛനൊന്നും പറയണ്ട. അച്ഛാ, ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാ. അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവള് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അച്ഛൻ ഇപ്പോഴും 60-ാം നൂറ്റാണ്ടിൽ കിടക്കല്ലേ? പെമ്പിളാണെങ്കിൽ ഇതൊക്കെ പഠിക്കണം. ഒരു ബ്ലൗസ് തുന്നുന്നതിന് എത്ര രൂപയാന്ന് അച്ഛൻ അറിയുവോ? കുന്തം ഒന്നും അറിയത്തില്ല. എന്റെ പൊന്നച്ച 600-700 രൂപയാവും നല്ല ബൊട്ടീക്കുകളിൽ, അറിയോ? അത് തൊട്ട് 2000-2500 വരെ വാങ്ങിക്കുന്നവരുണ്ട്, 5000 വാങ്ങിക്കുന്നവരും ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇവള് പഠിക്കണമെന്ന് പറഞ്ഞു ഇവള് ആ ലെവലിലാവട്ടെ. ഒരു ലേസിനൊക്കെ എത്ര രൂപയാണെന്നറിയോ? തുന്നുന്ന ലേസ് സ്റ്റിച്ച് ചെയ്യുന്നതിന്, ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന്, എംബ്രോയിഡറി ചെയ്യുന്നതിന്, പാനൽ കട്ട് ചെയ്യുന്നതിനൊക്കെ നല്ല ചാർജാ. അല്ല മോളെ, ഈ തറവാട് വിട്ട് പുറത്തു പോകുന്നതിന് എന്തുണ്ടെങ്കിലും ഇങ്ങനെ തറവാട് മഹിമ പറയല്ലേ. ആ തറവാട്ടിൽ നിന്ന് അച്ഛനെ അടിച്ചിറക്കി വിട്ടത് അത് അച്ഛൻ മറക്കണ്ട. അച്ഛാ, പെമ്പിള്ളാരായി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് വിടണം. അല്ലാതെ നമ്മൾ വീട്ടിൽ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല, അതറിയോ? അച്ഛൻ ഓക്കെ പറഞ്ഞു. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പൊക്കോട്ടെ അച്ഛാ. ചേച്ചി മോളെ, അച്ഛൻ പറഞ്ഞെന്തെന്നറിയാവോ? മോളിപ്പ ആ ഗുളി കഴിഞ്ഞെടുത്തേ. എന്തോ കൃഷിയുടെ കാര്യം എന്തുവായി? കുടുംബശ്രീക്കാർ വല്ലതും പറഞ്ഞോ? അതിന്റെ ഞങ്ങൾ പാട്ടത്തിനെടുത്ത പറമ്പിന്റെ പട്ടിയിട്ട് കൊണ്ട് കൊടുത്തായിരുന്നു കൃഷിഭവനിൽ. അപ്പൊ അതിന്റെ വിത്തുമ്പളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് കൃഷി ഉടനെ തന്നെ തുടങ്ങും. അച്ഛൻ വരുന്നു. ആരുടെ? എന്റെ അച്ഛൻ. അല്ലാതെ ആണോ? അയ്യോ, എത്ര കാലത്തിന് ശേഷമാ വരുന്നല്ലേ? സത്യമാ, എത്ര കാലം കൂടി ഇങ്ങോട്ടൊന്ന് വരുന്നേ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അയ്യോ, അച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോ നിന്റെ അച്ഛന്റെ ഒരു തുള്ളൊരു സന്തോഷം കണ്ടില്ലേടി കൊച്ചേ? എന്തുവാ നീ ഇങ്ങനെ നോക്കുന്നത്? അത്രയ്ക്കങ്ങ് സന്തോഷം വരാൻ മഹാത്മാഗാന്ധി ഒന്നും അല്ലല്ലോ ഇങ്ങോട്ട് കയറി വരുന്നത്. ദ്രോഹം ചെയ്ത ആളല്ലയോ? അത് പിന്നെ അച്ഛനല്ലേ വരുന്നത്. അച്ഛന് സന്തോഷം കാണാതിരിക്കുവോ? അയാൾ ചെയ്തല്ല അമ്മ അങ്ങ് മറന്നോ? എന്റെ കൊച്ചു, അയാളൊന്നും പറയല്ലേ. നിന്റെ അച്ഛനല്ലേ, അപ്പൂപ്പൻ. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കുന്നതിനും ബഹുമാനം കൊടുക്കുന്നതിനൊക്കെ അർഹതയുണ്ട്. അതില്ലാത്തവരെ അതൊന്നും വിളിച്ചിട്ട് കാര്യമില്ല.
എൻ്റെ കുഞ്ഞ് പണ്ടങ്ങാണ്ട് എന്തോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ക്ഷമിച്ചല്ലോ, പിന്നെ നിനക്കെന്തുവാ? പണ്ടങ്ങാണ്ട് നടന്ന കാര്യം ക്ഷമിക്കാം, പക്ഷെ അത് വെച്ച് അനുഭവിച്ചത് ഏറ്റവും കൂടുതൽ ഞാനാ. അതുകൊണ്ട് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അങ്ങേരെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അവിടെ ഞാൻ ഓടിക്കും, പറപ്പിക്കും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ പെണ്ണിന് എന്തോത്തിന്റെ കേടാ? ഓ, എനിക്കറിയാൻ വയ്യ. അങ്ങേരെങ്ങാനും വരുമ്പോ ഇവളിങ്ങനെ ചാടിക്കടിക്കാൻ ചെന്ന എന്തോ ആകും എന്തോ. എൻ്റെ ഈശ്വര, ഇനി എന്തോ വരുത്തി വെക്കാൻ പോകുന്നത് എനിക്കറിയാൻ വയ്യ. എടി, നീ അറിഞ്ഞായിരുന്നോ? എന്തു ചേച്ചി? അയാൾ വരുന്നുണ്ട്. ആര്? അപ്പൂപ്പൻ. അപ്പൂപ്പനാ? അപ്പൂപ്പൻ എന്തോ ഇത് കേൾക്കുമ്പോഴേ അങ്ങ് നാലാം കാലം ചാടുന്നത്. ഇതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അപ്പൂപ്പൻ നമ്മുടെ വീട്ടുകാരോട് ചെയ്ത ദ്രോഹങ്ങൾ നിനക്കറിയാമല്ലോ. നിനക്കറിയത്തില്ല, എനിക്കാ കൂടുതൽ അറിയാവുന്നത്. എടി, പണ്ടേ നിന്നെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് അമ്മയോട് ഒത്തിരി ദ്രോഹം ചെയ്തതാ. നമ്മളെല്ലാവരെയും കൂടി ഇറക്കി വിട്ടതാ. അവസാനം എങ്ങോട്ട് പോകണമെന്നറിയാതെ നടുറോടി നിന്നതാ. എങ്ങനെയൊക്കെയോ നമ്മളൊരു വീടുണ്ടാക്കി. അമ്മ നിന്നെ പ്രസവിച്ചിരുന്ന സമയത്തെ ആരും ഇല്ലാതെ നോക്കാൻ. ഇല്ലാതിരുന്നതല്ല, അയാൾ അപ്പച്ചിമാരെ പോലും ഒന്ന് കാണാൻ പോലും വിട്ടില്ല, അറിയോ? 5 വയസ്സുള്ള ഞാൻ പോവായിരുന്നു ക്യാൻറ്റീനിൽ കഞ്ഞി വാങ്ങിക്കാൻ. പാവം അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ. അന്നൊന്നും ഇല്ലാത്ത സ്നേഹം നമുക്ക് ഇപ്പോഴും വേണ്ട. നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനാ ഇതെല്ലാം കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് അയാളോട് മിണ്ടണ്ട. അയാൾ വരുമ്പം നമുക്ക് നാണം കെടുത്തി വിടണം. ആരും മിണ്ടാതാവുമ്പം അയാൾ വാലും ചുരുട്ടി പൊക്കോളും, നാണം കെട്ടിട്ട്. ചിലപ്പോൾ നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമായിരിക്കും ഇത്. അച്ഛനോടും അമ്മയോടും ചെയ്തതിന് നമ്മൾ മക്കൾ വേണം പ്രതികാരം ചെയ്യാൻ. അപ്പൂപ്പൻ ഇങ്ങ് വരട്ടെ. അപ്പൂപ്പനൊന്നും അയാളെ വിളിക്കണ്ട. പിന്നെ നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ എന്തോ വിളിക്കും? ഓയ്, അതെ എന്നൊക്കെ വിളിച്ചാൽ മതി. അല്ലാതെ അയാളോട് മിണ്ടാൻ നിൽക്കണ്ട. നാണം കെടുത്തി വാലും ചുരുട്ടി അയാളെ ഇറക്കി വിടണം വീട്ടിൽ നിന്ന്. ആരില്ലേലും ചേച്ചിയുടെ കൂടെ ഞാനുണ്ടാവും. നമുക്ക് ഒരുമിച്ച് പ്രതികാരം ചെയ്യണം. നമ്മൾ മിണ്ടാനോ എടുക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. ഇഷ്ടക്കേട് മുഖത്തറിയണം. ഇതാ നമ്മുടെ വീട്. അച്ഛാ, എല്ലാവരും അറിയാമല്ലോ. അവള് മൂത്തവള്, അത് ഇളയത് ചിപ്പി. അച്ഛൻ കണ്ടിട്ടില്ല. മോളേക്ക് വാ. കണ്ടോ അമ്മേ, അവൾ പോയെന്ന് കണ്ടോ? അവൾ ചിലപ്പം മറക്കും, പക്ഷേ നമ്മൾ അനുഭവിച്ചത് നമുക്ക് മറക്കാൻ പാടില്ല. അമ്മ മിണ്ടാനൊന്നും പോകണ്ട. അച്ഛാ, അച്ഛൻ എന്തോ ഈ വന്ന കാലത്ത് തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നാട്ടെ, വാ, കേറി വാ അച്ഛാ. വന്നാട്ടെ, ഒന്ന് മാറിയേക്കേ. കേറിയാട്ടെ. ഇരിയടാ, ഞങ്ങൾ രണ്ടുപേരും ഇരി. ഇപ്പൊ ഞാനാ? മോള് വരുന്നോ? ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതെന്റെ വീടല്ലയോ, എനിക്കിരിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? അച്ഛനല്ലേ അത്? അച്ഛൻ്റെ അച്ഛനല്ലേ, എൻ്റെ അച്ഛനല്ലല്ലോ. അച്ഛൻ ബദ്രിനാഥിൽ നിന്ന് എപ്പം എത്തി? ഒരാഴ്ചയാടാ വന്നിട്ട്. ഈ വീട് വെച്ചിട്ട് എത്ര നാളായടാ? ഇവക്കൊരു 7 വയസ്സുള്ളപ്പം വെച്ചതല്ലേ? അതെ അതെ. അടിച്ചിറക്കി വിട്ടതിൻ്റെ 2ാം വർഷം. അതോടെ പറ. കഹോള കർഷക അനുഷ്ടുപ്ചന്തക മൃത്യുഞ്ജയ രുദ്രോ ദേവത ത്രയംബകമചാമഹി സുഗന്ധിൻ പുഷ്ടിവർദ്ധനം പൂർവാരുഗമ ബന്ധനാഥ മൃത്യോർമുക്ഷീയം മാമൃതാത്. കൂടോത്രമാണോ? വീടിൻ്റെ ബ്രഹ്മസൂത്രം അടഞ്ഞിരിക്കുവാന്നല്ലോടാ. അയ്യോ അച്ഛ, അത് പൊടി കയറി അടഞ്ഞതായിരിക്കും. ഞാനിപ്പോൾ തന്നെ കുത്തി വിട്ടേക്കാം. അതൊരു സാധനമല്ല കുത്തിവിടാൻ, അത് പ്രപഞ്ചത്തിലെ ഒരു സാങ്കല്പിക രേഖയാണ്. എന്നാ പിന്നെ കുത്തിവിട്ടതായിട്ട് അങ്ങ് സങ്കല്പിച്ചോ. ദുർവാശി, ദുർനിമിത്തം. അടുക്കള വരേണ്ട സ്ഥാനത്ത് ഹാള് ധാരാ പണിഞ്ഞേ.
എഞ്ചിനീയർ തന്ന പ്ലാനിൽ വെച്ചതാ അച്ഛ. ഒരു വിവരം കിട്ടവനായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാ. ഒരു കാര്യം ചെയ്യാം, അടുപ്പെടുത്ത് ഹോളിന്റെ നടുക്ക് കൂട്ടാം, എന്നിട്ട് കഞ്ഞിയും കറിയും വെക്കാം. അച്ഛൻ പറയുന്ന പോലെയൊക്കെ ചെയ്യാ അച്ഛ. ഡൈനിങ് ടേബിള് അവിടെ അല്ലല്ലോ മോനെ വരണ്ടേ. എന്നാ പിന്നെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിടാം, അയാൾക്കൊരു എന്റർടൈൻമെന്റ് ആവും. ഇനി അതിന്റെ പേര് വഴക്കുണ്ടാക്കാം. അച്ഛനെ എവിടെ മാറ്റണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങ് മാറ്റിയിട്ടേക്കായിരുന്നു. അതെ. മോടെ നാളെന്തോ പുണർതോ അപ്പൂപ്പ? ഓ ഒലിക്കുവാന്നല്ലോ അങ്ങ്. അച്ഛന് കഴിക്കാൻ എടുക്കട്ടെ. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. ഓ ഞാനിപ്പോ തന്നെ വെള്ളം ചൂടാക്കല്ലേ. അങ്ങനെ ബാക്കി കുടിക്കുകയും ചെയ്യും നമുക്ക്. പിന്നെ ഇങ്ങനെ കുളിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. അച്ഛന് കിടക്കാൻ മുകളിലാണോ അതോ താഴെയാണോ സൗകര്യം ഒരുക്കേണ്ടത്? നീ എവിടാ കിടക്കുന്നേ? എന്തിനാ അച്ഛാ? കിഴക്കേ വശത്താണോന്ന് അറിയാനാ. അതെ, കിഴക്കേ വശത്തെ റൂമില. അതിനോട് ചേർന്ന് വേറെ റൂം വല്ലതും ഉണ്ടോ? ഉണ്ട്. കിഴക്കേ സൈഡ് ആയതുകൊണ്ട് ആ റൂം മതി എനിക്ക്. എല്ലാം കൈവിട്ട് പോയെന്ന്. കിഴക്കേ വശത്ത് ഒരു റൂമും കൂടെ ഉണ്ട്, അവളുടെ റൂമാ. അപ്പൊ ഞാൻ എവിടെ കിടക്കും? നീ അവളുടെ കൂടെ പോയി കൊച്ചിന്റെ കിടക്കും. ചേച്ചി എന്റെ കൂടെ കിടന്നോ? അതെ, എന്തെടുക്കുവാ? പൂ പറിക്കൂ. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാ, അല്ലാതെ വെളിയിൽ അമ്പലങ്ങളിൽ കൊണ്ട് കൊടുക്കാനുള്ളതല്ല. ഓ ചേച്ചി, ചേച്ചി പൂ പറിച്ചോ? നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ പൂവെല്ലാം വാടിപ്പോവും. ചേച്ചി പൂ പറിച്ചോ, ദൈവത്തിനെങ്കിലും ഉപകാരപ്പെടട്ടെ. മോളെ ഈ വണ്ടി കണ്ടു നോക്കടാ, സെക്കൻഡ് ഹാൻഡാ. ചെറിയ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്, നേരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്കൊരു തീരുമാനം പറയാനുണ്ട്. എന്താ വെച്ചാ? ഞാൻ ഈ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. വാസ്തു അനുസരിച്ച് ഈ വീട് വാസയോഗ്യമല്ല. നമുക്ക് കുടുംബ വീടിൻ്റെ അവിടെ പോയി 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ചെറിയൊരു കൂര വെച്ച് നമുക്ക് അവിടെ താമസിക്കാം. ബാക്കി പൈസ എൻ്റെ അക്കൗണ്ടിലൂടെ എപ്പോഴാവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ മതി. മരണശേഷം നീ എടുത്തോ. അച്ഛാ, എനിക്ക് 2 പെൺപിള്ളേരില്ലയോ? പെണ്ണുങ്ങൾക്ക് എന്തിനാടാ വലിയ വീട്? ചെറിയൊരു ചായപ്പും അടുക്കളയും പോരായോ? അവറ്റകൾ അവിടെ കിടന്നോളും. അതിനെന്ത് സാറേ, കൊടുക്കാലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, വീടിൻ്റെ ആധാരമൊക്കെ ചെറുതായിട്ടൊന്ന് ബാങ്കിലാണ്. പൈസ അടിച്ച് തീർത്തിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം എന്തോ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യും, സാറ് കുറച്ച് പൈസ ഇങ്ങിതാ, ഞങ്ങളതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കാം. അപ്പൊ ആധാരവും കിട്ടും, സാറിന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് വീടും കൊടുക്കാം. എങ്ങനെ? കാരണം പണ്ട് തൊട്ടേ ഒറ്റയ്ക്ക് ജീവിക്കുമായതുകൊണ്ടേ പൈസയ്ക്ക് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു. തന്നു സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. സാറ് പൈസ നമുക്ക് ആധാരം എടുക്കാം, വീട് വയ്ക്കാം. ഇത്രേ ഉള്ളു കാര്യം. അച്ഛനെ ഇതുപോലെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. എല്ലാത്തിനും ഞാൻ കൂടെ കാണും അച്ഛാ. എന്താ അച്ഛാ വിളിച്ചേ? അച്ഛനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ പപ്പ? പറയാം മോളെ. എന്താ പറയാനുള്ള? നിനക്കിപ്പം എത്ര വയസ്സായി? 48. എന്താ അങ്ങനെ ചോദിച്ചത്? എത്രാമത്തെ വയസ്സിലാണ് നീ കല്യാണം കഴിച്ചത്? 20. എനിക്കൊരാഗ്രഹമുണ്ട്. എന്തോ അച്ഛാ ഇങ്ങനെ കാണിച്ചെന്തോ? ചെലന്തി അല്ല, സ്പൈഡർമാനാണോ? ചോദിച്ചു നോക്ക്. സ്പൈഡർമാനാണോ? ഇവർക്ക് എത്ര വയസ്സായി? അതാണോ? 22. ചുരുക്കം പറഞ്ഞാൽ നിന്നെക്കാട്ടിലും 2 വയസ്സ് മൂത്തത്. അയ്യോ, നീ എന്നെക്കാളും 2 വയസ്സ് മൂത്തതാണോ? അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. അതായത് ഇവളുടെ പ്രായത്തിൽ നീ കെട്ടി ഒരു കൊച്ചുമായി. ആ കൊച്ചിന് 1 വയസ്സുമായി. ആയല്ലോ. ആ. എന്നിട്ട് എന്താ ചിപ്പിയെ കല്യാണം കഴിപ്പിക്കാത്ത? അയ്യോ, അച്ഛൻ എന്തോ വർത്താനമായി പറയുന്നത്? അതിനേക്കാൾ മൂത്തത് അതേ ഈ ഇരിക്കുന്നത്. ഇനി 27 വയസ്സായി. ഖേദുദശയ, കല്യാണം ഇപ്പോഴേ ഇല്ല. അയ്യോ, ഞാനൊരു തീരുമാനം എല്ലാവരോടായിട്ട് പറയുക. ഒരു പയ്യനുണ്ട്, 2 വീട്,
2 കാറ്, 2 ഏക്കർ വസ്തു, 2 കമ്പനി, ഇതൊന്നും പോരാഞ്ഞിട്ട് 2 പിള്ളേരുണ്ട്. ഈ പിള്ളേരെന്ന് പറഞ്ഞത് അയാളുടെ തന്നെയാണോ? ആ അയാളുടെ ആണോ? അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതിൽ നമ്മൾ ഇടപെടരുത്. അല്ലച്ചാ, ഈ പറഞ്ഞ ആള് ഈ 2ാം കെട്ടുകാരൻ നല്ല പയ്യനാ. ആ പയ്യനെ നമ്മുടെ ചിപ്പിയെ ആലോചിച്ചാലോ? നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. പൈസ ഉള്ളവനാ, ധൈര്യത്തെ നോക്കിക്കോ. എല്ലാവർക്കും സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുമോ? അടുത്ത ആഴ്ച അവരിങ്ങോട്ടങ്ങ് വരും. തീരുമാനം ഞാനങ്ങ് പറയും, അതങ്ങ് അനുസരിച്ചാൽ മതി. ചേച്ചി ഇവിടുന്ന് വന്നേ രണ്ടുപേരും. ചിപ്പി ഇപ്പൊ കല്യാണം കഴിപ്പിക്കണോ? വേണ്ട. അവളെ 2ാം കെട്ടുകാരനെ കൂടി കെട്ടിക്കണോ? അയ്യോ വേണ്ട. പിന്നെ എന്താ ഒന്നും മിണ്ടാഞ്ഞേ? ഒന്ന് എതിർത്ത് പറയാം. മുതിർന്ന ഒരാളല്ലേ, അച്ഛൻ്റെ അച്ഛനല്ലേടി, ഞങ്ങൾ എങ്ങനെയാടി പറയുന്നത്? അമ്മ ഇത്രയും നാൾ ഇങ്ങനെ എവിടെ ആയിരുന്നു അമ്മേ? ഞാൻ സംസാരിക്കുന്ന എനിക്ക് വേണ്ടിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിട്ടാ. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അവള് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞങ്ങളിതെങ്ങനെ അച്ഛനോട് പറയുന്നേ? അതെ, പറയാനുള്ളത് തുറന്നു പറയണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ സഹായിക്കാത്ത ഒരാൾക്ക് പിന്നീട് നമ്മളെ ശാസിക്കാനുള്ള അർഹതയില്ല. അത് മനസ്സിലാക്കണം. പ്രായമായ സമയത്ത് പലർക്കും പല സ്വഭാവം കാണും. അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല, പ്രത്യേകിച്ച് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ. മനസ്സിലായോ? അപ്പം ഞാൻ ഇനി എന്തെങ്കിലും പറയുമ്പം എതിർത്ത് സംസാരിക്കാൻ നിൽക്കരുത്. അപ്പൂപ്പൻ്റെ 2 പവൻ്റെ മാല മോളെടുത്തു. ഈ മാല മാറ്റി ഈ മാല ഇട്ടുകൊണ്ട് കാണാൻ നാളെ നിൽക്കാൻ അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണം. സുഭദ്രേ, എന്താ നാളെ നിനക്കെന്താ പരിപാടി? എന്താ അച്ഛ ചോദിച്ചത്? അവരിവിടെ വരുമ്പോൾ ആക്റ്റീവായിട്ട് നീ നിൽക്കണം, ചായ കേട്ട് കൊടുക്കണം സന്തോഷത്തോടെ, കേട്ടോടാ. ആര് വരുന്ന കാര്യം പറയുന്നേ? ചിപ്പയെ നാളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അവർ വരുമ്പോൾ നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നീ എന്തിനകത്ത് ഇടപെടുന്നത്? കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനേ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അല്ലാതെ വെളിയിൽ നിന്ന് വന്ന നിങ്ങൾ ഇവളുടെ കാര്യം തീരുമാനിക്കേണ്ട കാര്യമില്ല. അവർക്ക് എതിരഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് നീ അല്ല ഇവിടെ അഭിപ്രായം പറയേണ്ടത്. അവരൊന്നും പറയത്തില്ല, കാരണം അവർക്ക് വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും എല്ലാം ബഹുമാനമുണ്ട്. പക്ഷെ എനിക്കതില്ല. ഞാൻ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിലേ കൊടുക്കത്തുള്ളൂ ഈ പറഞ്ഞ ബഹുമാനം. എന്തായാലും ഇവളെ ഇപ്പൊ കെട്ടിക്കുന്നില്ല. കെട്ടിച്ചാലും 2ാം കെട്ടുകാരൻ്റെ കൂടെ കെട്ടിക്കുന്നേ ഇല്ല. ഇനി 2ാം കെട്ടുകാരൻ വന്നാലും നിങ്ങൾ കൊണ്ടുവരുന്ന ആലോചന കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ദേഹത്തെങ്ങാനും കൈവച്ച കൈവിനെ കാണത്തില്ല, പറഞ്ഞേക്കാം. സ്നേഹിച്ചവർക്കേ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആണ് പിന്നെ ഇവിടെ നിൽക്ക്. ഒരാഴ്ച ഈ വീട്ടിൽ നിൽക്കാമെന്ന് തന്നെ നിന്റെ മോൾ ആക്ഷേപിച്ച് നീ കണ്ടില്ലേ? എനിക്ക് വിലയില്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ലതാ. ഞാൻ പോവാ. കഷ്ടവാളി. എന്തായാലും പോയി കിട്ടി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആ ഇറങ്ങിപ്പോ ആരാന്നറിയോ? എൻ്റെ അച്ഛനാ. കുറച്ച് ബഹുമാനം വേണം കേട്ടോ, ഇങ്ങനെ ആവരുത്. അയാളീ ചെയ്തു കൂട്ടിയനല്ലേ ഞാൻ കാണിച്ചത്. നിനക്ക് എന്തുവായിരുന്നു അച്ഛനെ ഇത്ര കണ്ട് പറഞ്ഞു കേട്ടോ ഓടിക്കാനായിട്ട്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ കല്യാണം നടത്തുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്? അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അയാൾ നിർബന്ധിച്ചോണ്ടല്ലേ? അവള് പറഞ്ഞോ താല്പര്യമില്ലെന്ന്? ചേച്ചി ആരെ എന്റെ അടുത്ത് അഭിപ്രായം പറയാൻ വരാൻ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പൂപ്പൻ എന്തായാലും എനിക്ക് ദോഷം വരുന്ന ആരും ഒന്നും ചെയ്യത്തില്ല. ഒന്നുമില്ലെങ്കിലും നല്ലൊരു ആലോചനയായിട്ട് വന്നതല്ലേ. എന്തായാലും ഇങ്ങനെ ഇറക്കി വിട്ടത് ശരിയായില്ല. ഇതേ വേറൊന്നും കൊണ്ടേന്നില്ല, അസൂയ, കുശുമ്പ്. അവളെ കെട്ടിക്കാതെ ഇവളെ കെട്ടിക്കുന്നതിന്റെ അസൂയുണ്ട്. നല്ലൊരു ആലോചന മുടക്കിയപ്പോ നിനക്ക് സമാധാനമായിട്ട് തന്റെ അടി. ഇപ്പോഴല്ല, പണ്ട് പോലെ അവൾ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം വരെ തുടങ്ങിയതാ എല്ലാവരുടെ നേരം മെക്കിട്ട് കയറ്റം. ഈ കൊച്ചു ആരോടെങ്കിലും വഴക്കിടുന്ന നീ കണ്ടിട്ടുണ്ടോടി? ഉണ്ടോന്ന്? പക്ഷെ നീ അതല്ല, ഈ നാട്ടുകാരോടും വീട്ടുകാരോടും മുഴുവനും വഴക്കും വക്കാനും ഇട്ട് എല്ലാവരുടെ വെറുപ്പ് സമ്പാദിക്കും. അഹങ്കാരം. നമ്മളെ പറഞ്ഞാ മതി. ആദ്യത്തെ കുഞ്ഞിലോ ലാളിച്ച് തലേ വെച്ച് പോയി. എടുത്ത് തലേ കെട്ടി വെച്ചേ നമ്മളിപ്പോ അനുഭവിക്കുന്നത്. ആ കൊച്ചിന് വന്ന നല്ലൊരു ആലോചന മുടക്കിയപ്പോ നിനക്ക് സമാധാനമായിട്ട് തന്റെ അടി. നടക്കങ്ങോട്ട്. അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാ എന്നും ഒറ്റപ്പെട്ടു പോകുന്നത്.